ശ്രീ പി കെ ഗോപൻ ഇതാണ് കാരണം. ഈ 2 മണിക്കൂർ പകല്, അരമണിക്കൂർ രാത്രി ആന്റണിയുടെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലും അങ്ങനെ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പവർ കട്ടില്ല. പക്ഷെ അത് നിങ്ങൾ കാണിച്ച ചില ഗിമ്മിക്കുകളുടെ ഭാഗമാണ്, അതിൻ്റെ പാപഭാരമാണ് ഇപ്പോൾ പേറേണ്ടി വരുന്നത്. ആണോ? മനസ്സിലാകാത്തത്, ഞാൻ ഈ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായിരുന്നു. ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നും ഞാൻ സമ്മതിക്കാത്ത കാര്യം സമ്മതിച്ചു എന്ന് പറയണമെങ്കിൽ ഈ വല്ലപ്പോഴെങ്കിലും ഈ വി ഡി സതീശൻ സ്കൂളിൽ നിന്ന് മാറി ഒന്ന് സഞ്ചരിക്കണം. വേറെ ഒരുപാട് സ്കൂളുകൾ ലോകത്തുണ്ട്, വി ഡി സതീശൻ സ്കൂൾ മാത്രമല്ല എന്നുള്ളത് റെജിനെ പോലുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. ഞാൻ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. വൈദ്യുതി നിയന്ത്രണമല്ല, വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നിട്ടില്ല കേരളത്തിൽ. അത് നിങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാർ, അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടാകരുതായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടല്ലോ. ആര്യാട മുഹമ്മദ് ഇലക്ട്രിസിറ്റി സ്വകാര്യവൽക്കരിക്കേണ്ടി വരുമെന്നും ചാർജ് വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞതിന്റെ ക്ലിപ്പ് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് രജനെ. ആര്യാട മുഹമ്മദേ ഉള്ളു ജീവിച്ചിരിക്കാത്ത, അദ്ദേഹത്തിന്റെ ശബ്ദം ലൈവാണ്, നിങ്ങൾ കേൾക്കാൻ എടുത്തു വെച്ചിട്ട് നിങ്ങളെയൊക്കെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നത് ഇടമൺ കൊച്ചി പവർ ലൈൻ യാഥാർത്ഥ്യമാക്കിയതോടുകൂടിയാണ്. ആ ഇടമൺ കൊച്ചി പവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് നിങ്ങൾ വന്നിട്ട് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്, ലൈൻ വലിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. കേരളയിൽ തടസ്സപ്പെടുത്തിയതുപോലെ, നിങ്ങൾ നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചതുപോലെ, നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചതുപോലെ, നിങ്ങൾ വയനാട് ചുരം അവിടെ തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നത് കിടപ്പുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. പാരിസ്ഥിതിക പ്രശ്നമുണ്ടെന്ന് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ച്, കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിച്ച്, സുപ്രീം കോടതിയുടെ പെർമിഷൻ വാങ്ങിച്ച്, സകല ജോലിയും പൂർത്തിയാക്കിയിട്ട് അവിടെ തുരങ്കം നിർമ്മിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞതുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ കിടക്കുക, മാസങ്ങളായിട്ടുള്ളൂ പറഞ്ഞിട്ട്. അതുപോലെ നിങ്ങൾ ഇടമൺ കൊച്ചി പവർ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുക പിണറായി എടുത്ത നിശ്ചയദാർഢ്യം അതാണ്. അതുകൊണ്ടാണ് പിണറായിയുടെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വിൽ പവറുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്, അല്ലാതെ അവസരവാദികളുടെ രാജകുമാരൻ എന്നല്ല ഇപ്പൊ പലരും കേൾക്കുന്നത് പോലെ. ഉറച്ച സ്ഥൈര്യം എല്ലാ ഉദ്യോഗസ്ഥരും, UDF നിശ്ചയിച്ച ഉദ്യോഗസ്ഥരും LDF നിശ്ചയിച്ച ഉദ്യോഗസ്ഥരും, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ ജീവിത പങ്കാളി ഉൾപ്പെടെ പിണറായിയെ പുകഴ്ത്താനുള്ള കാരണം ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുക. ജനങ്ങൾക്ക് ഗുണകരമായുള്ള തീരുമാനമാണെങ്കിൽ അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോവുക എന്നുള്ളടത്തേക്ക് നിന്നുകൊണ്ട് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇടമൺ കൊച്ചി പവർ ലൈൻ യാഥാർത്ഥ്യമാക്കിയപ്പോൾ നമുക്ക് പുറം സ്റ്റേറ്റുകളിൽ നിന്ന്, ആണവ നിലയങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് കറണ്ട് കൊണ്ടുവരാൻ പറ്റി. ഇനി രജിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിസിറ്റിക്ക് നിശ്ചിതമായ ഒരു തുകയില്ല. ഇനി ഇത് പരിശോധിച്ച് വരുമ്പോൾ അത്തരം ചില കാര്യങ്ങളോട് അന്വേഷിച്ചിട്ട് വേണം വരാൻ. ഇലക്ട്രിസിറ്റി നമ്മൾ ഏതെങ്കിലും മറ്റു ഉൽപ്പന്നം വാങ്ങിക്കുന്നത് പോലെ കൃത്യമായി നിശ്ചിത തുകയ്ക്കല്ല വാങ്ങിക്കുന്നത്. അതിന്റെ സമയമനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റിയുടെ വില മാറുകയും ഏറുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. അത് വേനൽക്കാലം വരും, പീക്ക് ടൈം വരും, മഴക്കാലം വരും. ഇങ്ങനെ വ്യത്യസ്തമായ കാലത്ത് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിലും കറണ്ട് മേടിക്കേണ്ടി വരും, വളരെ കൂടിയ ചെലവിലും കറണ്ട് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 10 വർഷത്തിനിടയിൽ നിങ്ങൾ ഇത്തരം ഒരു ആരോപണം LDF ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ചോ? ഏതെങ്കിലും ഒരു പൈസയുടെ അഴിമതി അസംബ്ലിയിൽ ഉന്നയിച്ചോ? ഒരെണ്ണം പറഞ്ഞാൽ മതി, 2 എണ്ണം പറയണ്ട. അസംബ്ലിയിൽ വ്യവസ്ഥാപിതമായി ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം ഏത്? ചെറിയൊരു കാര്യമല്ല. 10 വർഷം തുടർച്ചയായിട്ട് ഒരു സർക്കാർ അഴിമതിയിൽ പെടാതെ നിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്, അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. അത് ഇടതുപക്ഷ സർക്കാരുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇപ്പൊ വടക്കേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കർണാടകത്തിലായാലും മറ്റ് സ്റ്റേറ്റ്, നിങ്ങളുടെ ഭരിക്കുന്ന സ്റ്റേറ്റ് ആയാലും മറ്റ് സ്റ്റേറ്റ് ആയാലും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു സമീപനമാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്, മദ്യത്തെക്കുറിച്ചും കൂടെ 1-2 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ LDF തീരുമാനിച്ചു, ഞങ്ങൾ അതിന്റെ നികുതി ഘടന മാത്രമേ നിശ്ചയിക്കുന്നുള്ളൂ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്ത് ചട്ടഭേദഗതി വരുന്ന സന്ദർഭത്തിൽ അസംബ്ലിയിൽ ശ്രീ VD സതീശൻ നടത്തിയ പ്രതികരണമുണ്ട്, പുറത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ്, കോടിക്കണക്കിന് രൂപയുടെ കണക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതാണല്ലോ VD സതീശന്റെ ആരോപണം. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം ആര് ഉൽപ്പാദിപ്പിക്കാൻ പരിശ്രമിച്ചാലും അത് അഴിമതി നടത്താനാണ്. അത് VD സതീശന് ബാധകമാണോ? അതോ പിന്നെ പണ്ട് ഒരു ഉപദേശി പ്രസംഗിച്ചതുപോലാണോ? 2 കാറുള്ളവൻ 1 കാറ്, കാറില്ലാത്തവന് കൊടുക്കണം, 2 വീടുള്ളവൻ 1 വീട്, വീടില്ലാത്തവന് കൊടുക്കണം. അപ്പൊ ഒരു പാവപ്പെട്ട ഈ ശ്രോതാവ് എഴുന്നേറ്റ് ചോദിച്ചു,
അപ്പോ 2 പശു ഉണ്ടെങ്കിലോ? അപ്പൊ ഈ പ്രസംഗിച്ച ആള് പറഞ്ഞു മിണ്ടാ പ്രാണികൾക്ക് ഇത് ബാധകമല്ല, കാരണം അദ്ദേഹത്തിന് 2 പശു ഉണ്ട്. ഈ സിദ്ധാന്തമാണ് വി ഡി സതീശൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ ഇത് അഴിമതിയാണെന്ന് ഉന്നയിച്ചോ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആണെന്ന് പറഞ്ഞോ? ഇപ്പൊ അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി കൊടുത്തിട്ട് നികുതി ഘടന നിശ്ചയിക്കുകയാണോ? ഇനി പറയുക നികുതി ഘടനയേ ഉള്ളൂ, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തിനാ ജനിക്കാത്ത കൊച്ചിന് പേര് കണ്ടുവച്ചു വെച്ചൊക്കെ നേരത്തെ? എന്തോ അതിന്റെ ഉദ്ദേശം എന്താ? ഗർഭിണി പോലും അല്ല, പിന്നെന്തിനാ നിങ്ങൾ പേര് കണ്ടുവച്ചേ? നിങ്ങൾ എന്തിനാ പേര് കണ്ടുവച്ചേ? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? ഫിനാൻസ് ബില്ലിൽ ഇത് വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, ഏത് കമ്പനിക്കും നികുതി ഘടന ധനകാര്യ ബില്ലിൽ വന്നു. കാരണം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട് അർജിൻ ഇടതുപക്ഷം അവതരിപ്പിച്ച ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. നേരത്തെ ജയചന്ദ്രൻ സാർ ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞില്ലേ, കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടിനെ സംബന്ധിച്ച്. ആ നിലപാട് ബിസിനസ് നടത്താനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പോലെ ഓരോ പ്രസ്ഥാനത്തിനും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിന്റെ ബജറ്റ്, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ബജറ്റ്. നിർഭാഗ്യവശാൽ ആ ബജറ്റിന്റെ കാഴ്ചപ്പാട് VM സുധീരൻ അംഗീകരിച്ചില്ല, KC വേണുഗോപാൽ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ലിജു അംഗീകരിച്ചില്ല. നിങ്ങൾ ജനാധിപത്യമൊന്നും ടീം UDF എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ടീമും ഇല്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം എടുത്തത്. അതുകൊണ്ടാണല്ലോ ഇവർക്കെല്ലാം തർക്കം വന്നത്. അപ്പൊ നിങ്ങളുടെ ഗവൺമെന്റിന്റെ പോളിസിയാണോ അത്, സതീശന്റെ പോളിസിയാണോ എന്നുള്ളതാണ് ഇപ്പൊ കേരള തർക്കം നടക്കുന്നത്. ഇപ്പൊ ബജറ്റിൽ നിങ്ങൾ ഈ കാര്യം പറയുകയും ധനകാര്യ ബില്ലിൽ നികുതി ഘടന അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴോ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചവരാ, ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞ കാര്യമാണ്. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിലെടുത്ത നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് വടക്കേ മലബാറിലെ പ്രധാനമായും കശുമാങ്ങയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുക. അത് ഗോവയിലെ പോലെ 42% വീര്യമുള്ള മദ്യമല്ല, മദ്യം വീര്യം കുറച്ച് ഉൽപ്പാദിപ്പിക്കുക. 2 പ്രശ്നം വന്നു. ഒന്ന്, കർഷകർക്ക് വേണ്ടി അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. രണ്ടാമതായിട്ട് കേരളത്തിൽ സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ചർച്ച വന്നു, അത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കും. അവിടെ ചവിട്ടി. എത്ര മാസമാണ് ചവിട്ടിയത്? 36, 5, 41 മാസം ചവിട്ടി. അതായത് 3 വർഷവും 5 മാസവും ഞങ്ങൾ തൊടാത്ത ഫയൽ. എന്നിട്ട് ഞങ്ങളെ നോക്കി പറയാം നിങ്ങളത് പണ്ട് ആലോചിച്ചതാ, അതുകൊണ്ട് ഞങ്ങൾ അത് തുടരുകയാണെന്ന്. എന്തൊരു പരിതാപകരമായിരുന്നു. ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്ന ഒരാശയം. ഈ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ കിഫ്ബിയുടെ കാര്യത്തിൽ ഇതെന്താ പറയാത്തെ? ഞങ്ങൾ തുടങ്ങി വെച്ച് ഇപ്പോഴും ഓൺ ഗോയിങ് പ്രോജക്റ്റ് ആണല്ലോ. കേരളയുടെ കാര്യത്തിൽ ഞങ്ങൾ വസ്തു എടുത്തില്ലെങ്കിലും ഭൂമി എടുത്തില്ലെങ്കിലും സർവേക്ക് വേണ്ടി കല്ലിട്ട് നിങ്ങൾ കയ്യടി വാങ്ങിച്ചല്ലോ, കല്ല് പിഴുതെറിഞ്ഞിട്ട്. ഈ മദ്യത്തിന്റെ കാര്യത്തിൽ എന്താ ഈ ന്യായം പറയുന്നത്? അപ്പോ ഞങ്ങൾ 3 വർഷം അനക്കാതെ വെച്ചിരുന്ന ഫയല് നിങ്ങൾ എടുത്തിട്ട് പറയാ ഞങ്ങൾ അത് നടപ്പിലാക്കാൻ പോവുക. അത് നടപ്പിലാക്കുന്ന ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്ന് നിങ്ങൾ ഇറങ്ങി പറഞ്ഞ്, എന്നിട്ട് പറയാം ഞങ്ങൾ അത് നടപ്പിലാക്കാൻ പോവുക. അതുപോലെ എല്ലാത്തിലും യൂട്ടേണുകളുടെ രാജകുമാരൻ. ഏത് കാര്യം പ്രതിപക്ഷത്ത് നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്? PMC ആയിക്കൊള്ളട്ടെ, ഇന്ന് ഷാജി, ഇങ്ങനെയൊക്കെ മനുഷ്യരാകാവോ? എന്താ എന്റെ സുഹൃത്തെ ശ്രീ രജനെ, ഒരു പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ അജണ്ട നോട്ട് കൈ കിട്ടും. ഞാനൊരു ഭാഷയുടെ ഉടക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ശൈലിയിലെ മാറ്റങ്ങളെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഒരു അജണ്ട നോട്ട് അയാളുടെ കിട്ടും. ഒരു മാസം കൊണ്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, പുതുതായിട്ട് വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ പഠിക്കും. ഇത് MLA ആയിട്ട് നിരവധി വർഷം ഇരുന്നു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടുമ്പോൾ അയാൾക്ക് പേപ്പറിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് 15/6/26 എന്നുള്ളത് 15,26,000 എന്ന് 3 തവണ വായിച്ചു. 15,20,000 എന്താണ് താൻ വായിക്കുന്ന അറിയാൻ വയ്യ. എന്നിട്ട് പറയാം ഞാൻ ആലങ്കാരികമായിട്ടാണ് അറബിക്കടലിനെ കുറിച്ച് പറഞ്ഞത്. ശരി, ഭാഷയിൽ അങ്ങനെ ആയിരിക്കോ. പക്ഷെ PMC നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്താണോ? LDF PMCയുടെ MOU ഒപ്പിട്ടത് മാസങ്ങൾക്ക് മുമ്പാണോ? അപ്പൊ PMCയെ കുറിച്ച് പഠിക്കാതാണോ ഈ കാച്ചിക്കൊണ്ടിരുന്നത് മുഴുവൻ? അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ പടം വെക്കുന്നതിനോ അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ അവരുടെ ലോഗോ വെക്കുന്നതിനോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് ആരോടായി ചോദിക്കുന്നേ? നരേന്ദ്രമോദി ഒരു സ്റ്റേജിൽ വരുമ്പോ മുഖ്യമന്ത്രി എന്ന തരത്തിൽ നരേന്ദ്രമോദിയെ തൊഴുതാൽ അത് ഡീല്, പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോയാൽ അത് ഡീല്, ഗവർണറുമായിട്ട് എഴുന്നേറ്റ് സംസാരിച്ചാൽ അത് ഡീല്. എന്ത് ആക്ഷേപം ഉന്നയിച്ച് ഒരാള് കാറിൽ കയറിയാൽ അത് ഡീല്. അപ്പോഴും രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ആര് വന്നാലും ഞാൻ കാറിൽ കയറ്റും. രമേശ് ചെന്നിത്തല നിങ്ങൾക്ക് വേണ്ട. ഇപ്പൊ സുധീരൻ അനുഭവിക്കുക. സൈബർ പോരാളികൾ, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ നിങ്ങളുടെ സൈബർ പോരാളികൾ പച്ച തെറി പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കൈയടിച്ചതുപോലെ സുധീറിനെതിരെ പച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ, LDFന്റെതല്ല,
കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, LDF ആയാലും UDF ആയാലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ആരെ കുറിച്ച് പറഞ്ഞാലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് LDF പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തണം, UDF പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തണം. VM സുധീരൻ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ട്, യോജിപ്പുമുണ്ട്. പക്ഷെ VM സുധീരനെ എന്തിനാ നിങ്ങൾ തെറിവിളിക്കാൻ അനുവദിക്കുന്നത്? എന്താ കാര്യം? എന്താ ഈ ന്യായമാണത്? അപ്പോ PMCയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലും ഞങ്ങളെ 10 വർഷം ഞങ്ങള് നിങ്ങളോട് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഈ സമീപനം നിങ്ങൾ അവരുടെ കൂടെ ആയിരുന്നു അല്ലേ? 5 ലക്ഷം പേർക്ക് കയറി കിടന്നുറങ്ങാൻ വീട് കൊടുത്തപ്പോ ഞങ്ങൾ EMSന്റെ പേരിലല്ല കൊടുത്തേ, ഞങ്ങൾ AKGയുടെ പേരിലല്ല കൊടുത്തേ, ഞങ്ങൾ MN ഗോവിന്ദൻ നായരുടെ പേരിലല്ല കൊടുത്തേ. ഇപ്പൊ നിങ്ങൾ ഗ്യാരണ്ടി ഇന്ദിരാഗാന്ധിയുടെ പേരില. നിങ്ങൾ ജനാധിപത്യവാദികളല്ല ആധുനിക കാലത്ത്. കാരണം മനുഷ്യന്റെ അവകാശത്തെ നിങ്ങൾ ഔദാര്യമായിട്ട് കണ്ടു. ഒരു നേതാവിന്റെ പേരിൽ വീട്ടുമുമ്പിൽ ആ നേതാവിന്റെ പേരിലുള്ള വീട്ടിലകത്താണ് ഒരാൾ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ആധുനിക ജനാധിപത്യ കാലത്ത് ജീവിക്കുകയല്ല, രാജഭരണകാലത്ത് ജീവിക്കുകയാണ്. തിരുവിതാംകൂർ പപ്പനാവന്റെ 10 ചക്രം എന്ന ആ കാശിനെ കുറിച്ച് പറഞ്ഞിരുന്നേ. ഇപ്പൊ ആരെങ്കിലും പറയോ അതിനെക്കുറിച്ച്? മഹാത്മാഗാന്ധിയുടെ ചക്രം എന്ന് പോലും നമ്മൾ പറയാറില്ല. നമ്മൾ കളിയാക്കി ചിലപ്പോൾ പറയാറുണ്ട്, ഗാന്ധി വേണമെന്ന് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ മഹാത്മാഗാന്ധിയുടെ ചക്രം എന്ന് പറയാറില്ല. ആ കാര്യം ആയാലും കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ ഇടുമ്പോഴെല്ലാം അത് ബർമുഡ, ഞങ്ങൾ ഇടുമ്പോഴെല്ലാം അത് ഇന്നർ വെയർ എന്ന രൂപത്തിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ തൽക്കാലം താങ്ങാൻ 1-2 വലിയ പത്രങ്ങളുണ്ട്, ശരിയാണ്, കുറച്ച് ചാനലുകളുണ്ട് നിങ്ങളെ താങ്ങാൻ. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത് മാത്രമല്ല, അവരിത് കണ്ടോണ്ടിരിക്കുക. ഇത് ഒരുപാട് കാലമായില്ല, 4 മാസവും 3 മാസം മുമ്പാണ് നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ മൊത്തം വാരി വിഴുങ്ങിയിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് മാത്രം മതി സാക്ഷ്യപ്പെടുത്താൻ. പ്രധാനമന്ത്രിയുമായി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, കാര്യങ്ങളുണ്ടല്ലോ. LDFന്റെ കാലത്ത് നിങ്ങളത് ഡീലായിട്ട് ആക്ഷേപിച്ചെങ്കിൽ ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഒരു വീടിന് നേരത്തെ ജയചന്ദ്രൻ സാറ് പറഞ്ഞതിനകത്ത് ഒരു ക്ലാരിറ്റിയാണെന്ന് വരുത്തുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല, പക്ഷെ കേൾക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ്. കേരളത്തിലെ 5 ലക്ഷം വീടിനകത്തും ഈ പ്രധാനമന്ത്രിയുടെ 72,000 ഇല്ല, അർബനിലും ഇല്ല, പിന്നെ റൂറലിലും ഇല്ല. കുറച്ച് വീടുകൾക്ക് മാത്രമേ ഉള്ളൂ 72,000 രൂപ. ബാക്കി മുഴുവൻ 4 ലക്ഷവും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന്റെ തന്നെ പൈസയാണ്. ഈ 72,000 രൂപയ്ക്ക് ലോകത്ത് എവിടെയെങ്കിലും വീട് പണിയാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും 1.5 ലക്ഷം രൂപയ്ക്ക് നഗരത്തിൽ വീട് പണിയാൻ പറ്റുമോ? അപ്പോ അത്രയും കൊച്ചു കാശ് കൊടുത്തിട്ട് അത് ഞങ്ങൾ തന്നതാണ്, എല്ലാത്തിനും പ്രധാനമന്ത്രിയുടെ ലോഗോ വരണം. ജൻ ഔഷധി മരുന്ന് വിൽക്കുന്നു, അവിടെയും പ്രധാനമന്ത്രിയുടെ പടം. നിങ്ങൾക്കൊരു പരാതിയില്ലായിരുന്നു. പിണറായി വിജയന്റെ പടം എവിടെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. നിങ്ങൾക്ക് ദേഹം മൊത്തം ഇച്ചിങ് ആണ്, നഖം മുതൽ മുടി വരെ നിങ്ങൾക്ക് ചൊറിഞ്ഞു വരും പിണറായി വിജയന്റെ പടം കാണുമ്പോൾ. പിണറായി വിജയന്റെ പടം ഒരു വീടിന്റെ മുമ്പിൽ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ കേരളം കത്തിക്കത്തില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പത്രങ്ങൾ കൂടി കേരളത്തെ കത്തിച്ച് നശിപ്പിക്കത്തില്ലായിരുന്നോ? പിണറായി വിജയന്റെ പടം വെച്ച ഒരു വീട് കേരളത്തിൽ ഉണ്ടായാൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ, BJPക്കാരെ നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അജിംഷ ഇടപെടാനുള്ള അവസരം കൊടുക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ പച്ചയായ നുണ പറഞ്ഞ് ഇടതുപക്ഷ വിരോധം കുത്തിച്ചെലുത്തി BJP ആയിട്ടുള്ള ഡീൽ ആരോപിച്ച് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആ ലെഫ്റ്റിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന മൈനോറിറ്റി ഉണ്ടല്ലോ, പ്രധാനമായിട്ട് മൈനോറിറ്റി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ മൈനോറിറ്റി മുഴുവൻ ഇന്ന് നിങ്ങളെ പ്രാകുകയാണ്. അത് FCRA നിയമത്തിന്റെ കാര്യത്തിലായാലും ശരി, അത് SIRന്റെ കാര്യത്തിലായാലും ശരി, അത് PMCയുടെ കാര്യത്തിലായാലും ശരി, അത് ലൈഫ് മിഷന്റെ കാര്യത്തിലായാലും ശരി, സകല കാര്യത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിനെതിരായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്. ആ യു ടേണിന്റെ രാജകുമാരനായി VD സതീശൻ മാറിയിട്ടുണ്ട്.